അസ്സലാം പറഞ്ഞുകൊണ്ട് തുടങ്ങട്ടെ. അസ്സലാമു അലൈക്കും. ആരും വിഷമിക്കേണ്ട. ജീവിതം സൗഭാഗ്യത്തിലും വിജയത്തിലും ഉയർച്ചയിലും ഉന്നതിയിലുമായി തീരാൻ ഇത് മതി. എല്ലാവരും റബ്ബിനോട് ദുആ ചെയ്യുക. എല്ലാവരുടെയും വിഷമങ്ങളും മാറിക്കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊള്ളുന്നു. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രോബ്ലംസ് ആൻഡ് സൊല്യൂഷൻ എന്ന ഈ ചാനലിൽ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ മറ്റുള്ളവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ നിങ്ങൾ ഇതിൽ രേഖപ്പെടുത്താൻ മറക്കരുത് പ്രിയ കൂട്ടുകാരെ. ജീവിതത്തിൽ സൗഭാഗ്യവും ഉയർച്ചയും ഉന്നതിയും വിജയവും ഐശ്വര്യവും സാമ്പത്തിക പുരോഗതിയും വന്നണയാൻ വേണ്ടിയിട്ട് നിങ്ങൾ നിത്യവും സുബ്ഹ് നിസ്കരിക്കുക. സുബ്ഹ് ഒരിക്കലും പാഴാക്കി കളയരുത്. സുബ്ഹ് ഒഴിവാക്കിയാൽ തന്നെ ജീവിതത്തിൽ ബറക്കത്ത് കെട്ടുപോകും. ജീവിതത്തിൽ കുടസത, മനസ്സമാധാനമില്ലായ്മ വന്നു ചേരും. സുബ്ഹ് നിസ്കരിക്കുക. എന്നിട്ട് 11 തവണ നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും ഒരു സ്വലാത്ത് മുത്തുനബിയുടെ പേരിൽ ചൊല്ലുക. ഏത് സ്വലാത്തായിക്കോട്ടെ അത് നബിയുടെ പേരിൽ ചൊല്ലുക. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം അസ്തഗ്ഫിറുല്ലാഹ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം അസ്തഗ്ഫിറുല്ലാഹ് എന്ന് 313 തവണ അല്ലെങ്കിൽ 111 തവണ ചൊല്ലുക. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം അസ്തഗ്ഫിറുല്ലാഹ്. തസ്ബീഹ് ചൊല്ലിയ ശേഷം 11 തവണ മുത്തുനബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുക. വീണ്ടും മുത്തുനബിയുടെ പേരിൽ 11 തവണ സ്വലാത്ത് ചൊല്ലുക. നിങ്ങൾക്കറിയാവുന്ന ഏത് സ്വലാത്തും ഈ രൂപത്തിൽ 41 ദിവസം നിങ്ങൾ ചൊല്ലി വന്നാൽ സൗഭാഗ്യങ്ങൾ വന്നു ചേരും. വിജയത്തിൻ്റെ കവാടം അവന് തുറന്നു കിട്ടും. അശുദ്ധിയുള്ള സ്ത്രീകൾക്കും ഇത് ചൊല്ലാവുന്നതാണ്. അസ്സലാമു അലൈക്കും.